മൗലിക അവകാശങ്ങൾ. എന്താണ് മൗലിക അവകാശങ്ങൾ? ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് ആരാലും നിഷേധിക്കാൻ പാടില്ലാത്ത കുറച്ച് അവകാശങ്ങളുണ്ട്. അത്തരത്തിലുള്ള അവകാശങ്ങളെയാണ് നമ്മൾ മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ കാണപ്പെടുന്നത്. ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗത്താണ് മൗലികാവകാശങ്ങൾ കാണപ്പെടുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല് അല്ലെങ്കിൽ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നിങ്ങനെ മൗലിക അവകാശങ്ങളെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കാനുള്ള അവകാശങ്ങൾ ഉണ്ട്. ഇനി ഭരണഘടന നിലവിൽ വരുമ്പോൾ നമുക്ക് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്കത് 6 എണ്ണമേ ഉള്ളൂ. 1978 44-ാം ഭേദഗതി 44-ാം ഭേദഗതി പ്രകാരം ഒരു മൗലികാവകാശം എടുത്ത് മാറ്റി. മനസ്സിലായോ? സ്വത്തവകാശത്തിനുള്ള മൗലികാവകാശത്തെയാണ് എടുത്ത് മാറ്റിയത്. ഇനി മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനുള്ള ഉത്തരവുകളെ നമ്മൾ റിട്ടുകൾ എന്നാണ് പറയുന്നത്. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനുള്ള ഉത്തരവുകളെ നമ്മൾ റിട്ടുകൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 6 മൗലിക അവകാശങ്ങൾ ഉണ്ടെന്ന്. ഇതിൽ ഏതൊക്കെയാണ് ആ 6 എണ്ണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് സമത്വത്തിനുള്ള അവകാശം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ അടുത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയാണ് അത് വരുന്നത്. ഇനി 4-മത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് 4-മത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5-മത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29 മുതൽ 30 വരെയാണ് വരുന്നത്. അടുത്തത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇത്രയും അവകാശങ്ങളുണ്ടല്ലോ. ഇത്രയും അവകാശങ്ങൾ ഭരണഘടനാപരമായിട്ട് അവർക്കത് പരിഹാരം ലഭിക്കാനുള്ള അവകാശമാണ്. ഇത്രയും അവകാശങ്ങളിൽ എന്തെങ്കിലും കോട്ടം പറ്റിയാൽ അതിൽ പരിഹാരം ലഭിക്കാനുള്ള അവകാശമാണ് 6-മത്തെ അവകാശം. ഇത്രയാണ് ബേസിക്കായിട്ട് നമ്മൾ മൗലിക അവകാശത്തിൽ ചർച്ച ചെയ്യുന്നത്.